തൃശൂരിൽ തുടരുന്ന അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിനോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. നാടകങ്ങളുടെ രത്നചുരുക്കങ്ങളാണ് ചിത്രത്തിൽ പ്രദർശനത്തിൽ നിറഞ്ഞിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ 16ാം പതിപ്പിലെ ചിത്രപ്രദർശനമാണ് വേറിട്ട അനുഭവമാകുന്നത്. അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒരുക്കിയിരിക്കുകയാണ്. പ്രദർശനയിൽ പങ്കെടുത്ത 4 കലാകാരന്മാരിൽ ഒരാളും നാടക പ്രവർത്തകനുമായ വിജേഷിന്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശനയിൽ നിറയുകയാണ്. നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിന്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് KV വിജേഷ് KV ഈ ഒരു ഇറ്റ്ഫോക്കിനെ നോക്കിക്കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ അത്യാഹ്ലാദത്തോടു കൂടി ഈ ഒരു തിയേറ്ററിൽ ഉണ്ടാവും, ഈ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടാവും എന്നുള്ള വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം കാത്തിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ ഇറ്റ്ഫോക്ക് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുകയുണ്ടായിരുന്നു. 3ാം തിയേറ്റർ എന്ന ആശയത്തെ ജനകീയമാക്കിയ ബാദൽ സർക്കാരിന്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇറ്റ്ഫോക്കിന്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിന്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നതാണ് ബാദൽ സർക്കാർ തന്റെ നാടകങ്ങളിലൂടെ ലോകത്തിന് കാട്ടിയത്. അതെ, ബാദൽ സർക്കാരിൻ്റെ ഏറ്റവും നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില റിഹേഴ്സൽ ക്യാമ്പുകൾ, തെരുവുകളിൽ നിന്നുള്ള ക്യാമ്പുകൾ, ചില ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള ചില നിമിഷങ്ങൾ നാടകത്തിൽ നിന്ന് നാടകത്തിലോ അല്ല മറ്റ് ഇതിലോ കിട്ടാത്ത ചില സന്ദർഭങ്ങളെ വളരെ ജീവിതഗന്ധിയാക്കിക്കൊണ്ടുള്ള ചിത്ര പ്രദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ പ്രദർശനം വളരെ നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് ആ പോസ്റ്ററുകൾ ഓരോന്നും നമ്മളിലേക്ക് തരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിലൊന്നായ ഇറ്റ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത്. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.